ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾ 4 പേരും കൂടി 4 പേരില് 1 2 ഞങ്ങൾ 4 പേരും കൂടി വല്യമ്മേരെ വീട്ടിൽ പോവാണ്. കൊല്ലത്താണ് പോകുന്നത്. നിങ്ങൾ എവിടെ പോകുന്നത്? കൊല്ലത്തമ്മാവന്റെ വീട്ടിൽ. ഓക്കെ, അപ്പോ നമ്മൾ രാവിലെ ഇപ്പൊ സമയം ഏകദേശം 8:20 ആയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഒരു ഉദ്ദേശം 9:30 വെച്ചെത്തും. ഓക്കെ, അപ്പൊ നമ്മൾ പോകെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയും. നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകും, അല്ലേ മോലു? ഓക്കെ, കുഞ്ഞോടെ ചേർന്നിരിക്കൂലേ നിറവേ വെറുതെ മാറി നിൽക്കാതെ ചിറകിൽ മുത്തുകുലഞ്ഞാട്ട് മരവിൻ ചന്തമേ സ്വന്തമേ. എനിക്കും മൗലൂനും നന്ദുവിനും ഈ കാറിൽ അധിക നേരം പോകുമ്പോൾ തലവേദന, ഛർദിൽ, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങളത് മറക്കാൻ വേണ്ടി കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ചാൽ വഴി മൊത്തം പോയത്. ഒരു ആറ്റിങ്ങൽ സൈഡ് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നു. അങ്ങനെ ഞങ്ങൾ ചായയും ഉള്ളിവടയും പരിപ്പുവടയൊക്കെ വാങ്ങി കഴിച്ചു. അപ്പൊ എന്നിട്ട് ഇപ്പൊ എന്തൊരു തീരുമാനിച്ചു? എന്തൊരു ഡോക്ടറാവാം. രണ്ടുപേരും ഡോക്ടർമാരാണോ? മൗലി നോക്ക്, മൗലി കാണാൻ വലിയവരെ നോക്കുന്ന ആൾക്കാര്, വലിയവരെ നോക്കുന്ന ഡോക്ടർ, വലിയവരെയും ചെറിയവരെയും നോക്കുന്ന ഡോക്ടർ. ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഷർട്ടിലിനെ പറ്റിയോ അല്ലെങ്കിൽ തലവേദനെ പറ്റിയോ ചിന്തിച്ചിട്ടേ ഇല്ല. ഫുൾ എൻജോയ് ചെയ്തിട്ടാട്ടോ ഞങ്ങൾ കൊല്ലത്തെത്തിയത്. അവസാനം നമ്മൾ വല്യമ്മേരെ വീടിന്റെ അടുത്തെത്താറായി. 9:50 ഞങ്ങള് വല്യമ്മേരെ വീടിന്റെ അടുത്തെത്താറായി. 10 മണിയെന്ന് പറഞ്ഞെങ്കിലും 9:50. ഓക്കെ, അപ്പൊ നമ്മള് ഇതാണ് വല്യമ്മേരെ ഫേവറേറ്റ്. വല്യമ്മ എപ്പോഴും പോണ കട. പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. അവിടെ ചെന്ന് ഞങ്ങൾ 3 പേരും ഗേറ്റ് തുറന്ന് കാർ അകത്തോട്ടിട്ടു. അപ്പോഴേക്കും വല്യമ്മ ഞങ്ങളെ കാത്തവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ വല്യമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങളും വാങ്ങിക്കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെയാണ് തിരിച്ചും. ഇവിടം ഭയങ്കര സൈലന്റ് ആട്ടോ. ഇവിടെ വല്യമ്മയ്ക്ക് തൊട്ടടുത്തൊരു കാവുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്, അവരുടെ അമ്പലമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വല്യമ്മ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഞാൻ വാങ്ങിക്കൊടുത്ത ഒരു മാജിക് ബുക്ക് വല്യമ്മയ്ക്ക് കൊടുത്ത് കൊച്ചുങ്ങള് വല്യമ്മ അത് ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ കളർ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കുള്ള കാപ്പിയെല്ലാം വല്യമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഒട്ടും വൈകാതെ ചെന്ന ഉടനെ തന്നെ ഇടിയപ്പം കഴിച്ചു. ഇടിയപ്പം, ചായ, പിന്നെ സാമ്പാറായിരുന്നു തോന്നുന്നു. ഇതെല്ലാം കൂടി കൂട്ടി കഴിച്ചത്. അവിടെ ചെന്നാൽ വല്യമ്മയുടെ മാക്സി അത് നിർബന്ധം. ഞങ്ങൾ ഇവിടുന്ന് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടാട്ടോ പോയത്. വല്യമ്മ ഞങ്ങളോട് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് മുത്താണ്. വന്ന ഉടനെ തന്നെ ഞങ്ങൾ എല്ലാ പരിപാടികളും പെട്ടെന്ന് ജോലികളെല്ലാം ഒതുക്കി വെച്ചിട്ട് സമാധാനത്തിൽ സംസാരിക്കാൻ ഇരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് പറ പണികളൊക്കെ ഒതുക്കുമായിരുന്നു. ഒരിടത്ത് മുത്തും കൊച്ചുങ്ങളും സവാളയും ഉള്ളിയും ഒക്കെ തൊലിച്ച് അരിഞ്ഞോണ്ടിരുന്നു. ഒരിടത്ത് വല്യമ്മ ചക്ക ഇറുത്തോണ്ടിരുന്നു. എനിക്ക് കുറച്ച് പാത്രങ്ങളും കഴുകാനുണ്ടായിരുന്നു. വല്യമ്മ വന്ന ഉടൻ തന്നെ ചിക്കൻ ഒന്ന് വൃത്തിയാക്കി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുത്ത് അപ്പോഴേക്കും ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി. ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇഞ്ചി ജീരകത്തിന്റെ പേസ്റ്റ്, അതുപോലെ ഗരം മസാല, ഇതെല്ലാം ഇട്ട് കുറച്ച് എണ്ണയും കൂടി വീത്തി മുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പില ഇട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചു. അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് വല്യമ്മ ഞങ്ങൾക്ക് മുട്ട അവിച്ച് വെച്ചു. സോ ഞങ്ങൾ എല്ലാവരും മുട്ട അവിച്ചത് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു രംഗമാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഡെക്കറേറ്റ് ചെയ്താ ഞങ്ങൾ കഴിച്ചത്. ഇനി നമ്മള് ചിക്കൻ കറി വെക്കണം. ചിക്കൻ കറി വെക്കണതും മുത്തായിരിക്കും. ഉപ്പ് കൊണ്ട് എവിടെ പോണ്? ഇന്ന് മെയിനായിട്ട് വെക്കുന്നത് പുളിശ്ശേരി വെക്കുന്നുണ്ട്. പുളിശ്ശേരി, ചിക്കൻ കറി, പിന്നെന്തുവാ, ചക്കയ്ക്ക് ഞങ്ങളവിടെ ചക്ക നേരത്തെ കൊണ്ടുവന്നത് കണ്ടല്ലോ. അപ്പോൾ ചക്ക ഇവിടെ ഇനി ഇറുക്കണം.
കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ വീണ്ടും കുറച്ചു നേരം ചക്ക ഇറുക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇനി അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് ചിക്കൻ കറി വെക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം എല്ലാവർക്കും ചിക്കൻ കറി നല്ല രീതിയിൽ വെക്കാൻ അറിയാം. അപ്പോൾ ഇത് ഞങ്ങൾ വെക്കുന്ന ഒരു രീതി ആട്ടോ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പില, അതുപോലെ വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, സവാള ഞങ്ങൾ രണ്ടും കൂടി ഒരുമിച്ചാട്ടോ അരിഞ്ഞു വെച്ചേക്കുന്നത്. ആദ്യം ഉള്ളി ഇട്ട് നല്ല രീതിയിൽ വാട്ടി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സവാള ഇട്ട് നല്ല രീതിയിൽ വാട്ടുന്നത്. ഇതൊന്ന് റെഡിയാവുന്ന സമയത്തേക്കും ഞങ്ങളവിടെ വലിയമ്മ ചക്ക അരിയുമായിരുന്നു. ആ ഒരു ടൈം ആയപ്പോഴേക്കും ഉള്ളിയും സവാളയും നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് തക്കാളി ഇടുക എന്നുള്ളതാ. തക്കാളി നല്ല രീതിയിൽ വെന്ത് വഴണ്ട് കിട്ടുമ്പോൾ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ആവശ്യത്തിനിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഗരം മസാലയും ഇടണം കേട്ടോ. ഈ മസാലകളെല്ലാം നല്ല രീതിയിലൊന്ന് ഇതിൽ വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ ആ മസാല എല്ലാം നല്ല രീതിയിൽ ചേർന്ന് പിടിക്കുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി മൂടി വെക്കുക. ഇപ്പോൾ വെള്ളം ഒഴിക്കരുത്. ഈ ഒരു ടൈമിൽ വലിയ നമുക്ക് എല്ലാവർക്കും മാങ്ങ കട്ട് ചെയ്ത് എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ചിക്കനിൽ ഏകദേശം അരപ്പെല്ലാമ്പോഴേക്കും ഒന്ന് പിടിച്ചപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ചൂടുവെള്ളം എടുത്ത് ആ ഒരു ചിക്കൻ കറിയിലോട്ട് വീത്തി കൊടുത്തു. എന്നിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചോട്ടെ. എന്നിട്ട് ഉപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും കുഴപ്പമില്ല. പക്ഷെ എരി ഒന്ന് കുറവായിരുന്നു. അപ്പോൾ എരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടണം കേട്ടോ. കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ചിക്കൻ കറി അവിടെ അടുപ്പിൽ തന്നെ വെച്ചു. അത് ഏകദേശം ഇനി എങ്ങേറ്റ് ആയിക്കോളും. എന്നിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചിക്കൻ പൊരിക്കുക എന്നുള്ളതാണ്. അത് വലിയ പണിയൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ പൊരിച്ചു. പിന്നെ ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിൽ വന്നിരുന്നു. വലിയമ്മയുടെ അടുത്ത് കുറച്ച് നേരം കിന്നരമൊക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ ഇരുന്നു. നമ്മൾ രണ്ടുപേരും ഒരു അമ്മമാരെ കണക്കായി. അപ്പോഴേക്കും ചക്കയായി. ഇന്ന് വല്യമ്മയുടെ സ്പെഷ്യൽ മാങ്ങാപ്പുളിശ്ശേരി ആയിരുന്നു. ചക്ക, മാങ്ങാപ്പുളിശ്ശേരി, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത് ഇതെല്ലാം കൂടി ഞങ്ങൾ എല്ലാവരും നല്ലൊരു പിടി പിടിച്ചു. എല്ലാവർക്കും ചിക്കൻ കറി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കുറച്ച് ഞങ്ങളുടെ വീട്ടിലും തിരിച്ചു കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാറായി. വല്യമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങനെ ഞങ്ങൾ വല്ലപ്പോഴും ചെല്ലുമ്പോൾ വല്യമ്മയ്ക്ക് അത് വലിയൊരു സന്തോഷമാണ്. വല്ലപ്പോഴും ഞങ്ങളിങ്ങനെ മാസത്തിലൊരിക്കലെങ്കിലും പോകാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും നടക്കാറില്ല, ജോലി തിരക്കും അതുമൊക്കെ കാരണം. എങ്കിലും വി വിൽ ട്രൈ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അപ്പോഴേ ഇറങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് നല്ല ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീംസ് ഒക്കെ വാങ്ങി കഴിച്ചിട്ടാട്ടോ പോയത്. നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു പോരാത്തതിന്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.